നിങ്ങളുടെ ജീവിതം ശ്രമകരമാകുമ്പോഴെല്ലാം പ്രകൃതിയോട് അന്യതയുണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം. ഡിസ്കണക്ഷൻ ഫ്രം നേച്ചർ ഇൻക്രീസസ് സ്ട്രഗിൾ ആൻഡ് റെഡ്യൂസസ് വൈറ്റാലിറ്റി ആൻഡ് ബാലൻസ്. 4-ാം അധ്യായത്തില് ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം എന്ന പാഠത്തില് സമന്വയത്തെ നിഷേധിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പ്രകൃതിയുമായുള്ള സമന്വയം നഷ്ടപ്പെടുന്നു? എപ്പോഴെല്ലാമാണ് പ്രകൃതിയിൽ നിന്നും അന്യത ഉണ്ടാകുന്നത്? എന്തെല്ലാമാണ് നമ്മിൽ അന്യത വളരുമ്പോൾ സംഭവിക്കുന്നത്? ഇതിന്റെ എല്ലാം ആത്യന്തിക ഫലങ്ങൾ എന്തെല്ലാമാണ്? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതിയുമായുള്ള സമന്വയമാണ് പ്രാണനത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. പ്രകൃതിയുമായി സമന്വയിച്ച് നിൽക്കുക എന്നത് സത്യത്തിൽ ഒരു അനാവശ്യ പ്രയോഗം തന്നെയാണ്. കാരണം പ്രകൃതിക്ക് അകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, പ്രകൃതിക്ക് അകത്ത് ജീവിക്കുന്ന ഒരു സത്ത പ്രകൃതിയിൽ നിന്നും വേറിട്ടെങ്ങനെയാണ് നിൽക്കുക? പക്ഷെ ഈ ബോധത്തിന്റെ, നമ്മളെ പ്രകൃതിയിൽ നിന്നും വേർതിരിക്കാനായിട്ട് പ്രകൃതി രൂപീകരിച്ച അഹം എന്ന ഒരു വൃത്തമുണ്ടല്ലോ, ആ വൃത്തം ഉപയോഗിച്ചിട്ട് അഹത്തിന്റെ കട്ടി കൂട്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നും വേറിട്ടതാണ് എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ നിരന്തരം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരുമിച്ചുള്ള ചലനം, ഒരുമിച്ചുള്ള യാത്ര, അതിൽ ഭംഗം വരും. പ്രകൃതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ അപ്പോൾ പോലും പ്രകൃതിയിൽ നിന്നും വേറിട്ടതാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെയാണ് സമന്വയം എന്നുള്ള അവസ്ഥ നിഷേധിക്കപ്പെടുന്നത്. ഈ അവസ്ഥ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രകൃതിയുമായിട്ടുള്ള ഈ ബാരിയർ നമ്മൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു സത്ത ഉണ്ടാകുന്ന സമയത്ത് ആദ്യമേ രൂപം കൊള്ളുന്നത് ആ സത്തയുടെ അഹമാണ്. അതായത് പ്രകൃതിക്ക് ഒരു പ്രദേശത്ത്, പ്രകൃതിയുടെ ഒരു പ്രദേശത്ത് ഒരു ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട്, പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കേണ്ടതുണ്ട്. ആ പ്രദേശത്തെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഈ മാർക്ക് ചെയ്യുന്ന വൃത്തത്തെ, ആ ഒരു പരിധിയെ ആണ് നമ്മൾ അഹങ്കാരം എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്. അതാണ് ആദ്യമേ ഉണ്ടാകുന്നത്. ആ അഹത്തിലേക്കാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടുന്ന ധർമ്മത്തെയെല്ലാം, നമ്മളല്ല പ്രകൃതി അവിടെ ചെയ്യേണ്ടുന്ന ധർമ്മത്തെയെല്ലാം അസൈൻ ചെയ്യുന്നത്, ഉത്തരവാദിത്വം, ദൗത്യമായിട്ട് ഏൽപ്പിക്കുന്നത്. അതിനനുസരിച്ചാണ് അവിടെ പ്രകൃതിയുടെ സ്വയം പ്രവർത്തന സംവിധാനം പ്രാദേശികമായി എന്തു വേണോ ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ശരീരത്തെ രൂപകൽപ്പന ചെയ്യുന്നത്. അവിടെ ആ സ്പേസിങ്, അവിടുത്തെ അതിന്റെ ഫെസിലിറ്റീസ്, കേപ്പബിലിറ്റീസ്, ശേഷികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ജീവനാണ് പിന്നീട് അഹത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നത്. അപ്പൊ ഈ അഹത്തിനനുസരിച്ച് രൂപപ്പെടുത്തുമ്പോൾ പ്രകൃതിയുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെയുള്ള ആ ഞാൻ ഭാവം പ്രകൃതിയിൽ നിന്നും അന്യത, ഏലിയനേഷൻ, വേർതിരിഞ്ഞുള്ള നിൽപ്പ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രകൃതിയുമായുള്ള സമന്വയം നഷ്ടമാകുന്നത്. അഹം, ഞാൻ വേറെ പ്രകൃതി വേറെ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ തനിയെ ഉണ്ടാകുന്നതാണ്. സത്യത്തിൽ പ്രകൃതിയുടെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ അഹം ഉണ്ടായിട്ടുള്ളത്, സത്ത ഉണ്ടായിട്ടുള്ളത്. അവിടെ ആ സമന്വയമുണ്ട്. പക്ഷെ ഈ ഞാൻ ഭാവം ഇതിനെ കളഞ്ഞു കളയുന്നു. എങ്ങനെയാണ് ഈ ഞാൻ ഭാവത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? എപ്പോഴെല്ലാമാണ് ഈ ഞാൻ ഭാവം ഈ പുലിവാലാകുന്നത്? ഒന്ന്, ഞാൻ എന്നുള്ള തോന്നൽ വളരുമ്പോൾ തന്നെയാണ്. രണ്ടാമത്, നമ്മള് സ്വാഭാവികമായ ഒരു ഒഴുക്ക്, പ്രകൃതി നമുക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവങ്ങളുടെ രൂപത്തിൽ, അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളുടെ രൂപത്തിൽ എന്തു ചെയ്യണമെന്നുള്ള കാര്യം നിരന്തരം തന്നുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഇതല്ല, മറ്റൊന്നാണ്, ഈ രീതിയിലായിരിക്കണം എന്ന രീതിയിൽ
ആ സാധാരണമായ സ്വാഭാവികമായ ഒരു ഒഴുക്കിൽ വിഭേദനം അല്ലെങ്കിൽ വിഭ്രംശം, വഴിത്തിരിവ് ഉണ്ടാക്കും. ഇതിനെയാണ് തർക്കം എന്ന് പറയുക. അതിന് ഇംഗ്ലീഷിൽ ലോജിക് എന്ന് പറയും. വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നത് ആ പദമാണ്. നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യും. പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലിൽ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യും. ആ ലോജിക്കിന് പരിഹരിക്കാനായിട്ട് നമ്മൾ സങ്കേതങ്ങൾ കണ്ടെത്തും. അപ്പോ ലോജിക്കിലും സങ്കേതത്തിലും നമ്മൾ അമിതമായി ആശ്രയിക്കുന്ന സമയത്ത് നമുക്ക് വിഭ്രംശങ്ങൾ ഉണ്ടാവും. പ്രകൃതി സ്വാഭാവികമായി നൽകിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ, സന്ദർഭങ്ങളുടെ അല്ലെങ്കിൽ സന്ദേശ പ്രവാഹത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യുമ്പോൾ, ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ, ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നും, പ്രകൃതിയുമായിട്ടുള്ള സ്വാഭാവിക ബന്ധത്തിൽ നിന്നും വേറിടാൻ തുടങ്ങും. ഈ അവസ്ഥയിൽ നമുക്ക് ആ സമന്വയം എന്നുള്ളതിന് ഉള്ള ഒരു സമന്വയം ഒരു തരം ആശ്രയത്വമാണ്, പരസ്പരാശ്രയത്വമാണ്. ഈ പരസ്പരാശ്രയത്തിന് പകരം ഞാനാണ് ഇത് ചെയ്യേണ്ടത് എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് തർക്കമുണ്ടാവുന്നത്. തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭേദനം, അല്ലെങ്കിൽ വിഭ്രംശം, അതല്ലെങ്കിൽ യുക്തി, അതല്ലെങ്കിൽ ലോജിക് ഉണ്ടാവുന്നത്. ആ ലോജിക്കിന്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നത്. സങ്കേതങ്ങൾ എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമൊന്നുമല്ല, പ്രകൃതിയിലുള്ള ആൽഗോരിതങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടേതെന്ന രീതിയിൽ, ഞാനാണിത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. പുറം ചൊറിയണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചൊറിയുന്നതിന് പകരം നമ്മളൊരു കമ്പെടുത്തിട്ട് ചൊറിയുന്നത് സാങ്കേതിക വിദ്യയാണ്, സങ്കേതമാണ്. ഇപ്പോൾ പുറം ചൊറിച്ചിൽ മാറാനായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു, അത് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഒഴിവാക്കുന്നു. ഇത് നിരന്തരം ചെയ്യുന്ന സമയത്ത് ഇത് ജീവിത ശൈലിയായിട്ട് നമ്മൾ മാറും. ആ ജീവിത ശൈലികളുടെ ഒരു ഭ്രമമുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് വീടിനകത്ത് കിടന്നില്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ല. വീടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ഗുഹയ്ക്കകത്ത് പോയി കിടന്ന മനുഷ്യൻ പിന്നീട് വീടുണ്ടാക്കി കിടന്നു, ഓക്കെ. പക്ഷെ വീടിനകത്താണ് ജീവിക്കേണ്ടത്, വീടിന്റെ പുറത്ത് ജീവിക്കാൻ പാടില്ല എന്നൊരു മനോതലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ, തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ വീടിനകത്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചുറ്റുപാടുമുള്ളതെല്ലാം ശത്രുക്കളാണെന്ന രീതിയിൽ നമ്മൾ മാറി വീടിന്റെ ഭൂമി അകത്ത് ജീവിക്കുമ്പോൾ, അവിടെ ജീവിക്കുമ്പോഴെല്ലാം സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജീവിക്കണം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതശൈലിയുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് പലതരം ഭ്രമങ്ങളാണ് തരുന്നത്. ജീവിതശൈലി ഭ്രമങ്ങൾ എന്ന് പറയാം. ഈ ഭ്രമങ്ങൾ നമ്മളെ വല്ലാതെ വിച്ഛേദിതരാക്കുന്നില്ല, പ്രകൃതിയിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇത് പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അകത്തോ നമ്മൾ ഭക്ഷണം, സ്വാഭാവികമായ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എത്രയോ കാലം കൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് എത്തി. ഇനി നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ, നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അതിനെന്താണ്, താൻ എന്താണ് എന്ന് ബോധ്യം വരുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ പാല് മാറ്റി നമ്മൾ മറ്റു പലതും കൊടുത്ത് അവനെ വേറൊരു ശൈലിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൃത്രിമമായ ഭക്ഷണശീലങ്ങളിലേക്ക് കൊണ്ടുവരും. കൃത്രിമ ഭക്ഷണശൈലി എന്ന് പറയുമ്പോൾ ഈ പിസയും ഒക്കെ കഴിക്കുന്ന ഒരു ശൈലിയെ കുറിച്ചല്ല പറയുന്നത്. ചോറുണ്ണുന്ന കാര്യം മുതൽ കൃത്രിമ ഭക്ഷണശീലങ്ങളാണ്. ഈ രീതിയിൽ നമ്മൾ അതിൽ നിന്നും മാറുന്നു. എല്ലാ അർത്ഥത്തിലും പ്രകൃതിയോട് ബന്ധം കുറയ്ക്കുന്ന അതിരുകളുണ്ട്. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ പാദരക്ഷകളിടും, നമ്മൾ എപ്പോഴും വസ്ത്രം ധരിക്കും. മാനം മറയ്ക്കാൻ എന്നാണ് പേര്, പക്ഷെ നമ്മൾ മറയ്ക്കുന്നത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ജീവിച്ച് നമ്മൾ ജീവിതത്തെ ഭയങ്കരമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ലോകക്രമത്തിനനുസരിച്ച്, പുതിയ ലോകക്രമത്തിനനുസരിച്ച്, ലോകത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും, എല്ലാവരും ഷൂ ഇടുന്നു ഞാനും ഷൂ ഇടുന്നു, എല്ലാവരും ജീൻസ് ഇടുന്നു ഞാനും ജീൻസ് ഇടുന്നു എന്ന രീതിയിലേക്ക് നമ്മൾ മാറും. അത് നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ വിനിമയത്തിന്, നമ്മുടെ ഓർമ്മകളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നതാണ് ഓരോ സങ്കേതങ്ങളും, ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് ലിവിങ് സിസ്റ്റവും. ഇവിടെയെല്ലാം നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള സമന്വയത്തെ ഭേദിക്കുകയാണ്, അതിൽ നിന്ന് ദൂരത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന സാധനത്തിന്റെ പേരാണ് അന്യത, ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അലിയനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ശരീരത്തിന്റെ നാച്ചുറൽ റിഥം മാറും. സ്വാഭാവികമായിട്ട് ശരീരം പ്രകൃതിയുടെ റിഥത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു നിയോഗമുണ്ട്. ഇതിൽ നിന്നും മാറും. നമ്മൾ അപ്പൊ അമിതമായിട്ട് ഈ മൾട്ടിമീഡിയ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിൽ മാറ്റം വരും. നമ്മുടെ കർമ്മങ്ങളെ പ്രകൃതിയുടെ രീതിയിൽ നിന്ന് മാറ്റിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ദിനരാത്രങ്ങളുടെ ആ പ്ലേസ്മെന്റിൽ തന്നെ മാറ്റം വരും.
അങ്ങനെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള റിഥം മാറും, നമ്മുടെ ടോട്ടൽ ആക്ടിവിറ്റിയുടെ ബാലൻസ് മാറിപ്പോകും. ഈ സ്വാഭാവികമായ ശ്വാസം തന്നെ മാറും. നമ്മൾ അത് ഭക്ഷണം മാറ്റി കഴിക്കുന്ന കാലം മുതൽ മാറി തുടങ്ങുന്നതാണ്. പിന്നീട് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതി ഏത് രൂപത്തിലാണോ ഭക്ഷണം തേടാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശത്രുക്കളെ കാണാം, അല്ലെങ്കിൽ അനുചിതമായ സാഹചര്യങ്ങളാണ്, ആ സമയത്ത് ഫ്ലൈറ്റ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം, ശരീരം ആക്ടിവേറ്റ് ചെയ്യണം, ഭക്ഷണം കണ്ടെത്താൻ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യണം, മരത്തിൽ പിടിച്ച് കയറണം. ഇതിനൊക്കെ അനുസരിച്ചുണ്ടാക്കിയ ശരീരം എന്ന് പറയുന്നത് അതിന്റെ രീതി മാറ്റിയിട്ട് ഇതൊന്നും ചെയ്യാത്ത ഒന്നായി മാറുന്നു. അപ്പോ അതെല്ലാം ചെയ്യുന്ന സമയത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ശ്വാസം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണോ, വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യണം. ആ സമയത്ത് വലനാടിയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുക. ഈ ഭാഗമാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അത് എത്ര നേരം പോകുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അതിൽ നിന്നും മാറി ഇതിനെ എല്ലാം പുനഃസ്ഥാപിക്കാൻ പാകത്തിൽ ശരീരത്തിന്റെ പുനർനിർമ്മാണം നടക്കണം, റെസിലിയൻസ് നടക്കണം. ആ സമയത്ത് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് മാറിയിരുന്ന് വിശ്രമിക്കണം. ഇത് ശരീരത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് പ്രകൃതി ഉണ്ടാക്കിയ ഒരു പ്രവർത്തന സൈക്കിളാണ്. ആ സമയത്ത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി വർക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഹീലിംഗ്, റെസിലിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിയും. ഇങ്ങനെ ഇടംബലം പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന ആ ഒരു രീതിയെ നമ്മുടെ ജീവിതത്തിന്റെ 3/4 അല്ലെങ്കിൽ 90% സമയം സെക്യൂർഡ് ആണെന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് ശരീരമാണെങ്കിൽ ഈ ഒരു സൈക്കിളിലൂടെ പോകാൻ ശ്രമിക്കും. നമ്മുടെ മനസ്സാണെങ്കിൽ ഈ ശീലങ്ങൾക്കനുസരിച്ചിട്ടുള്ള ജീവിതക്രമത്തിനനുസരിച്ചുള്ള ഒരു പുതിയ ശൈലിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഇവ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റിന്റെ സമയത്തെല്ലാം തന്നെ സ്വാഭാവികമായി ശ്വാസം എങ്ങനെ പ്രവർത്തിക്കണോ, സ്വാഭാവികമായി നമ്മുടെ അകം ശരീരവും പുറം ശരീരവും തമ്മിൽ പ്രാണനം വഴി എങ്ങനെ ബന്ധപ്പെടണോ, ഈ ബന്ധത്തിലെല്ലാം തകരാറ് സംഭവിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബ്രീത്തിങ് മോഡൽ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് കേർവ്ഡ് ആവും, വളഞ്ഞു പോകും. എന്ന് വെച്ചാൽ അതിന്റെ നേരെയുള്ള പോക്കല്ല, അതിന് ഭയങ്കരമായിട്ട് അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള അയലിയനേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം മാറുന്നു, പ്രവർത്തന തത്വം മാറുന്നു, നമ്മുടെ ബാലൻസ് തെറ്റുന്നു, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാറ്റം വരുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവ്സിൽ മാറ്റം വരുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച്, നിയതിയെക്കുറിച്ച് അല്ലെങ്കിൽ നിയോഗത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ അത് നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന ഇൻഫ്ലുവൻസുകളിലൊക്കെ മാറ്റം വരും. ഏലിയനേഷൻ എന്നുള്ള സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇത് ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വസ്തുവായിട്ട് അവനെ പെർഫോം ചെയ്യുക. അവിടെ അതിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ചുറ്റും ഉണ്ടായിട്ട് പോലും ഒരു ഫെസിലിറ്റിയും ഇല്ല എന്ന രീതിയിൽ ശരീരം പ്രവർത്തിക്കും, മനസ്സ് പ്രവർത്തിക്കും. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ആ സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പൊ പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? ജീവിതം പരിശ്രമത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ജീവിതം പലപ്പോഴും ഇങ്ങനെ ശ്രമകരമായി തീരും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? പ്രകൃതിയുമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഋതം തെറ്റുന്നത് കൊണ്ടാണ്. ആ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും മാറി അന്യത നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ ബന്ധത്തിന്റെ വിയോഗമുണ്ടല്ലോ, നിരന്തര ബന്ധം എന്നുള്ളൊരവസ്ഥ, ഈ ബന്ധത്തിന്റെ വിയോഗം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീവന്റെ ആ സ്വാഭാവിക പ്രവർത്തനം ക്ഷയിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഈസിനെസ് ക്ഷയിച്ചു പോകും. ജീവിതം വളരെ ഈസി ആയിട്ട് മുൻപോട്ട് കൊണ്ടാണ് ആ ലളിതമായ സ്ഥാനത്ത് പരിശ്രമം ആവശ്യമായിട്ട് വരും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും പരിശ്രമിച്ച് നേടേണ്ടി വരും. സ്വാഭാവികമായ പരിശ്രമങ്ങളുണ്ട്. ഇപ്പൊ ഒരു മരത്തിൽ കയറി മാങ്ങ പറിക്കുക എന്നുള്ളത് പരിശ്രമമുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ നിരന്തര ധർമ്മത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. അതിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ചെയ്യേണ്ടുന്ന ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു കർമ്മം, അതിനെ മാറ്റിയിട്ട് നമ്മൾ വളരെ സേഫ് ആണെന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലും വിപുലമായിട്ടുള്ള, മരത്തിൽ കയറി മാങ്ങ പറിക്കുന്നതിനേക്കാളും വിപുലമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അവിടെ അതിനനുസരിച്ചുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോ നമ്മുടെ ആ പ്രകൃതിയുമായിട്ടുള്ള ഏലിയനേഷനാണ് നമ്മുടെ മനസ്സുകൊണ്ട്, പ്രാണൻ കൊണ്ട്, നമ്മുടെ ജീവിത ക്രിയകൾ കൊണ്ട്, നമ്മൾ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അന്യതയാണ് നമ്മുടെ ജീവിതത്തെ ശ്രമകരമാക്കുന്നത്. ഈസി ആയാൽ മതി, വളരെ ഈസി ആയാൽ മതി. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ പ്രാണനത്തിലൂടെ നമ്മൾ നേടുന്നത്. അത് സ്വാഭാവികമാകാൻ എന്താ ചെയ്യേണ്ടത്?
പ്രകൃതിയുമായിട്ട് ഈ അന്യത നിലനിർത്തിയാൽ സമന്വയം നഷ്ടപ്പെട്ട് നമ്മൾ ആ പ്രകൃതി, തുടക്കത്തിൽ അതാണല്ലോ പറഞ്ഞത്, പ്രകൃതിയുമായുള്ള സമന്വയം നഷ്ടപ്പെട്ട് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്കാവും. പരിശ്രമകരമായ ഒരു ജീവിതം ഉണ്ടാകേണ്ടി വരും. ജീവിതം എപ്പോഴും ബന്ധപ്പാടുകളായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് ക്ഷയം വരും. അതേസമയം നമ്മൾ സമന്വയം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം ലളിതമാകും. ജീവന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം സംഭവിക്കും. ജീവിതം ഈസിയാവും. ആരോഗ്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, പിന്നെ പുനഃസ്ഥാപനം ഉണ്ടാവും. ഏജിങ് വല്ലാതെ അങ്ങ് നടക്കില്ല. ഈ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകും. ഇതിനുള്ള മാർഗമാണ്, ഇതിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗമാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ശരീരത്തെ ബോധ്യപ്പെടുത്തലാണ്, ശരീരകോശങ്ങളെ ബോധ്യപ്പെടുത്തലാണ്, ശരീരധർമ്മത്തെ ബോധ്യപ്പെടുത്തലാണ്, ഇത് നമ്മളുമായിട്ട് ഇടപെടുന്ന പരിസരത്തെ ബോധ്യപ്പെടുത്തലാണ്. ഞാനിവിടെ ഇത് റെസ്പോണ്ട് ചെയ്യാൻ പാകത്തിൽ, നിന്നോട് ഇടപെടാൻ പാകത്തിൽ ഇവിടെ റെഡിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ഈ പ്രാണനം എന്നുള്ളത് അഭ്യസിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം പരിശ്രമകരമാകുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നിങ്ങൾ അന്യവൽക്കരണത്തിന് വിധേയനായിട്ടുണ്ട് അല്ലെങ്കിൽ വിധേയയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം പരിശ്രമകരമാകുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോഴെല്ലാം നിങ്ങൾ പ്രകൃതിയുമായിട്ട് ട്യൂൺഡാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മനസ്സുകൊണ്ട്, ബോധം കൊണ്ട്, പ്രാണൻ കൊണ്ട്, തിരിച്ചറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നിങ്ങൾ പ്രകൃതിയുമായിട്ട് എത്രത്തോളം ട്യൂൺഡാകുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് എത്രത്തോളം അവെയർ ആകുന്നു, നിങ്ങൾ എത്രത്തോളം അതിൽ തന്നെ ആയിരിക്കുന്നു, അത്രത്തോളം ജീവിതം പരിശ്രമരഹിതമായി തീരും. അപ്പോ മനസ്സിലാക്കുക, നിങ്ങൾ ജീവിതം ശ്രമകരമാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ശ്രമകരമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ടുള്ള സമന്വയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം, ഏറ്റവും പ്രാഥമികമായ മാർഗം എന്നുള്ളത് പ്രാണനമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രാണചലനത്തിൽ അങ്ങനെ ഒരു ഭംഗം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതം പരിശ്രമകരമാകേണ്ടി വരുന്നുണ്ടോ എന്ന കാര്യം ഒന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നാളെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.